ഭാരതത്തിലെ ഏറ്റവും പുരാതനവും ദക്ഷിണ ഭാരതത്തിലെ ഏക നദീ ഉത്സവമായിരുന്നു തിരുനാവായ ത്രിമൂർത്തി സ്നാനഘട്ടിൽ നടന്നു പോന്നിരുന്ന മഹാമാഘ മഹോത്സവം. മഹാമാഘ മഹോത്സവത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അത് പരശുരാമ കാലത്തോളം പഴക്കമുള്ളതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈന്ദവപരവും സനാതനപരവുമായിട്ടുള്ള ഈ മഹത്തായ സംസ്കൃതിയുടെ ഈ ചരിത്രപരമായിട്ടുള്ള ഉത്സവത്തിൻ്റെ ആവിർഭാവം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതല്ലെങ്കിൽ പരശുരാമ കാലത്ത് ബ്രഹ്മദേവൻ്റെ നേതൃത്വത്തിൽ, ബ്രഹ്മദേവൻ്റെ കാർമ്മികത്വത്തിൽ ഈ തിരുനാവായ നിളാമണപ്പരപ്പിൽ യാഗം നടന്നു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ അഭിവൃദ്ധിക്കായി നടന്നിട്ടുള്ള യാഗം ഇന്ന് തവനൂർ എന്നറിയപ്പെടുന്ന പഴയ താപസന്നൂരിലെ മണൽപ്പരപ്പിലാണ്, വനപ്രദേശമായിരുന്ന അവിടെയാണ് ഈ യാഗം നടന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ യാഗത്തിൻ്റെ സുഹൃതമായി, യാഗത്തിൻ്റെ ഫലമായി കേരളത്തിലെ കേവലം തൃശ്ശൂരും പാലക്കാടും മലപ്പുറം ജില്ലയിൽ കൂടി മാത്രം ഒഴുകിയിരുന്ന പ്രതീജി, പേരാറ് എന്നീ പേരുകളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഈ പുഴയ്ക്ക് ഭാരതപ്പുഴ എന്ന് പേരുണ്ടാവുകയാണ്. എങ്ങനെയാണ് ഭാരതപ്പുഴ എന്ന് പേരുണ്ടാവുന്നത്? ഈ യാഗത്തിൻ്റെ ഫലമായിട്ട് പുണ്യനദികളായിട്ടുള്ള ഗംഗ, സിന്ധു, സരസ്വതി, നർമ്മദ തുടങ്ങിയ സപ്തനദികളുടെ പ്രവാഹം ഈ പുഴയിലുണ്ടായി എന്നതാണ് വസ്തുത. ഈ കാര്യം നമ്മോട് പറയുന്നതും അല്ലെങ്കിൽ ഹൈന്ദവ സമാജത്തോട് ഇതൊരു ആഘോഷമായിട്ട് ആഘോഷിക്കണമെന്നും എല്ലാ വർഷവും ഇത് കൊണ്ടാടണമെന്നും ആവശ്യപ്പെടുന്നതും നിർദ്ദേശിക്കുന്നതും പരശുരാമദേവനാണ്. അപ്പോൾ പരശുരാമ കാലത്തോളം പഴക്കമുള്ള ആചാരങ്ങളാണ്, അനുഷ്ഠാനങ്ങളാണ്, ഉത്സവമാണ് ഈ മണൽപ്പുറത്ത് നടന്നു പോന്നിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാഘമാസത്തിലാണ്, മാഘക്കാലത്താണ് ഈ ഉത്സവം നടന്നിരുന്നത് എന്നതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഇതൊരു മാഘമേളയായിട്ട്, മാഘമക മഹോത്സവമായിട്ട് 28 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിട്ട്, മകം നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ഉത്സവമായി തന്നെ ഇത് ആഘോഷം മാറുകയായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതേസമയത്ത് പുരാതന കാലത്ത്, ഈ മാഘമാസക്കാലത്ത് ഭാരതത്തിൻ്റെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും സന്യാസിവര്യന്മാരും സജ്ജനങ്ങളായിട്ടുള്ള ധർമ്മപ്രചാരകരും ഇവിടെ സമ്മേളിക്കുകയും ഇത്തരത്തിലുള്ള സന്യാസി സംഗമങ്ങളും അതുപോലെ സജ്ജന സാന്നിധ്യം കൊണ്ട് സത്സംഗവേദിയായി മാറിയിരുന്നു എന്നുള്ളതാണ്. ക്രമേണ ഉത്സവത്തിൻ്റെ സ്വഭാവം വലിയൊരു മഹാ ഉത്സവമായി മാറുകയും അത്തരത്തിലുള്ള മഹോത്സവത്തിൻ്റെ സംഘാടകത്തിലേക്ക് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ കടന്നു വരികയുമാണ് ഉണ്ടായത്. നാട്ടുരാജാക്കന്മാരുടെ കടന്നുവരോട് കൂടിയിട്ടാണ് ഈ മാഘമക മഹോത്സവത്തിന് ഒരു നടത്തിപ്പിൻ്റെ സ്വഭാവം വരുന്നത്. ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അവകാശ തർക്കങ്ങളാണ് പിന്നീട് വള്ളുവ കോനാതിരിൽ നിന്ന് സാമൂതിരിയിലേക്ക് എത്തുന്നതും സാമൂതിരി ഈ ഉത്സവത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉത്സവത്തിൻ്റെ നടത്തിപ്പ് പിടിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് ഉണ്ടാവുന്ന കലഹങ്ങളാണ് പിന്നീട് മാഘമക മഹോത്സവത്തിൻ്റെ ശോഭ കെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ചരിത്രമായിട്ട്, പഠനമായിട്ട് പിന്നീട് പൊതുജന സമക്ഷം മാറുന്നത്. നമ്മൾ ഈ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം പിന്നീട് വന്നു ചേർക്കപ്പെട്ടതാണ്. കളരിപ്പയറ്റിൻ്റെയും ചാവേറിൻ്റെയും യുദ്ധക്കൊതിയുടെയും കളരിയുടെയും ചോരക്കളിയുടെയും മാത്രമുള്ള ഒരു ഉത്സവമായിട്ട് ഈ മാഘമക മഹോത്സവത്തെ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിരുന്നത് സനാതന ധർമ്മ സംസ്കൃതിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സന്യാസി സംഗമങ്ങളും സജ്ജന സംഗമങ്ങളും സത്സംഗവേദിയുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളതും, ഇവിടെ ഈ നിള നദിയിൽ ഗംഗയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെ, പുണ്യനദികളുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് നിളാസ്നാനം നടത്താനും നിളാരതി നടത്താനും ഭാരതത്തിൻ്റെ വിവിധ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും സന്യാസിമാരിവിടെ സംഗമിച്ച് വന്നു ചേരുകയും അതൊരു മാഘമക മഹോത്സവമായിട്ട് കൊണ്ടാടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. AD 1766 വരെ ഈ മാഘമക മഹോത്സവം നടന്നു പോന്നു എന്നുള്ളതാണ്. പിന്നീട് വൈദേശിക ആക്രമണങ്ങളും ബ്രിട്ടീഷ് ആധിപത്യവും വന്നതോടു കൂടിയിട്ടാണ് ഈ ഒരു മാഘമക മഹോത്സവത്തിന് ഇവിടെ ഒരു അവസാനം കുറിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തുടരുകയും സമീപകാലത്ത് 2016 വർഷം മുതൽ ഇങ്ങോട്ട് ഇതിന് യഥാർത്ഥത്തിൽ നടന്നു പോന്നിരുന്നതും മാഘമല്ല, മാഘമക മഹോത്സവമായിരുന്നെന്നും അത് ഭാരതത്തിൻ്റെ സാംസ്കാരിക ആധ്യാത്മിക പൈതൃകത്തിൻ്റെ ഒരു വിളനിലമായിട്ടുള്ള നിദർശനങ്ങളുടെ ഉദാഹരണമായിരുന്നെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2016 മുതൽ ഇങ്ങോട്ട് മാഘമക മഹോത്സവം ഇവിടെ ചെറുതായിട്ട് പുനരാരംഭിക്കുകയുണ്ടായി. ഈ മാഘമക മഹോത്സവം പുനരാരംഭിക്കുകയും
കൊറോണ സമയത്ത് ഒന്നോ രണ്ടോ വർഷങ്ങളിൽ മാത്രം അത് ചെറിയ പരിപാടിയായിട്ട് മാറുകയും 2023 മുതൽ 2016 ആരംഭിച്ചതാണെങ്കിൽ പോലും 2023 മുതൽ അത് അല്പം കൂടി വിപുലമായ രീതിയിലേക്ക് ആഘോഷിക്കുകയുണ്ടായി. 2024-25 വർഷത്തിൽ ഭാരതപ്പുഴയുടെ ഈ ഒരു ഉത്സവത്തെ കുറച്ചും കൂടെ വിപുലമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ശ്രീചക്ര രഥയാത്ര ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തിരുമല ത്രിമൂർത്തി ഹിൽസിൽ നിന്നാണെങ്കിൽ പോലും കേരളത്തിലെ ഭാരതപ്പുഴയുടെ ഉത്ഭവം എന്ന് പറയുന്നത് കൊടുമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്താണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് നമ്മളൊരു ശ്രീചക്ര രഥയാത്ര ഈ തിരുനാവായ മണപ്പുറത്തേക്ക് ഈ മാഘമക മഹോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ വർഷം വരെ ഈ വർഷം വരെ അത് ഗംഭീരമായിട്ട് നടന്നു പോവുകയും ചെയ്തിരുന്നു. ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് പോലെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും നിരവധി സന്യാസിമാർ കഴിഞ്ഞ വർഷത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വരികയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ശ്രീചക്ര പൂജയ്ക്ക് ശ്രീചക്ര വിധാനത്തിന് ഇവിടെ ഇത്ര പ്രാധാന്യം വരുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഭാരതപ്പുഴ അല്ലെങ്കിൽ ഈ നിളാമണപ്പുറം അല്ലെങ്കിൽ ഈ നിളാമണപ്പുറം അതുമല്ലെങ്കിൽ നമ്മുടെ ഈ ത്രിമൂർത്തി സ്നാനഘട്ട് ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ത്രിമൂർത്തി ദേവന്മാരുടെ വിളനിലമാണ്, ത്രിമൂർത്തി ദേവന്മാരുടെ ദേവസ്ഥാനമാണ്. നമ്മുടെ ഒരു കരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മാവും മഹാദേവനും കുടികൊള്ളുന്നു. ഇക്കേ കരയിലാണെങ്കിൽ അവിടെ മഹാവിഷ്ണുവായിട്ടുള്ള നവാമുകുന്ദൻ കുടികൊള്ളുന്നു. അതിന് മധ്യത്തിലൂടെ ഭാരതപ്പുഴ ഒഴുകുന്നു എന്നുള്ളതാണ്. പുഴ എന്ന് പറയുന്നത് നമുക്കറിയാം സമസ്ത സകല ചരാചരങ്ങളുടെയും പരദേവതയായിട്ടുള്ള മൂർത്തിഭാവമായിട്ടുള്ള പരാശക്തിയായിട്ടുള്ള ദേവീഭാവമാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മധ്യത്തിലൂടെ ഒഴുകുന്നത് ദേവിയാണ്. അപ്പോൾ ഈ ശ്രീചക്ര വിധാനത്തിന് ഇവിടെ പ്രാധാന്യം വരുന്നു. അതുപോലെ ഈ ത്രിമൂർത്തി ദേവന്മാരുടെ സംഗമ സ്ഥാനങ്ങളെ നമ്മളൊരു ക്ഷേത്രഗണിത അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രികോണാകൃതിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ത്രികോണാകൃതി എന്ന് പറയുന്നത് ശ്രീചക്ര വിധാനത്തിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ശ്രീചക്ര പൂജയ്ക്ക് ഇത്ര പ്രാധാന്യം വരുന്നത്. എന്നിരുന്നാലും ഇപ്പം നമ്മൾ ഈ ഇത്തരത്തിലുള്ള പൂജാവിധാനങ്ങളും വിവിധ സമ്പ്രദായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തവണ നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ ലോകത്തിൽ മുഴുവൻ വിളനിലം കൊള്ളിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ആത്മീയ ചൈതന്യത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വിശിഷ്ടപരമായിട്ടുള്ള ഇത്തരം സന്ദേശങ്ങളെ ലോകം മുഴുവൻ എത്തിച്ചിട്ടുള്ള 125 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഭാരതത്തിൽ നടന്നിട്ടുള്ള പ്രയാഗ്രാജിലെ കുംഭമേളം. അപ്പോൾ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ജുന അഖാഡയിൽ ആ കുംഭമേളയ്ക്കിടയിൽ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു സ്വാമി ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ട് സ്ഥാനമേൽക്കുകയുണ്ടായി. സംപൂജ്യ സ്വാമിജി ആനന്ദവനം ഭാരതി മഹാരാജ് അത്തരത്തിൽ ഈ ഒരു നേതൃത്വത്തിലേക്ക് എത്തിച്ചേർന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ഈ മാഘമക മഹോത്സവത്തിന് അല്പം കൂടിയും പൂർണ്ണത വേണമെന്ന് തോന്നൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമായിട്ട് ഇക്കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും അദ്ദേഹം ഈ ഒരു സംവിധാനത്തിലേക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലും നടന്നു പോന്നിരുന്നത് കുംഭമേള തന്നെയാണ് എന്നുള്ളൊരു വിശദീകരണത്തിലേക്ക് എത്തിച്ചേരുകയും മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യ രക്ഷാധികാരിയായിട്ടും ജുന അഖാഡയുടെ ആചാര്യ മഹാമണ്ഡലേശ്വർ അവധേശാനന്ദഗിരി മഹാരാജ് മുഖ്യ രക്ഷാധികാരിയായിട്ടും കേരളത്തിലെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ദേവസ്വങ്ങളുടെ എല്ലാം പ്രസിഡൻറ്റുമാർ രക്ഷാധികാരികളുമായിട്ടുള്ള മഹാസംഘാടക സമിതിയാണ് മാഘമക സഭയാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നടന്നു വരുന്ന വിവിധ സമ്പ്രദായത്തിൽപ്പെട്ടിട്ടുള്ള പൂജാവിധാനങ്ങളെ പുനരാവിഷ്കരിക്കുന്നതോടൊപ്പം പിതൃയാന 3 വിധാനത്തിലുള്ള പൂജാ സമ്പ്രദായങ്ങളെ നമ്മളിവിടെ ഏകോപിപ്പിച്ചിട്ടുണ്ട്. പിതൃയാനം, ദേവയാനം കൂടാതെ ഋഷിയജ്ഞം പോലെയുള്ള അപ്പോൾ വിവിധ സമ്പ്രദായത്തിലുള്ള പിതൃയാനത്തിലാണെങ്കിൽ നമ്മൾ എല്ലാ കൗളികാചാരപ്രകാരം വരുന്നുണ്ട്, ശ്മശാനക്രിയ വരുന്നുണ്ട്, വൈദിക സമ്പ്രദായത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചുപിടിക്കലിന് ചരിത്രപരമായ ഒരു വീണ്ടെടുക്കലിൻ്റെ പ്രാധാന്യം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് നിളാമണപ്പുറത്ത് ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെയുള്ള ദിവസങ്ങളിലേക്കായി മഹാമാഘ മഹോത്സവം നടക്കുന്നത്.